സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോഷ്യൽ സ്റ്റഡീസിൻ്റെ 10ാം ക്ലാസ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ പാർട്ട് 1 ഭാഗമാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളാണ്. ഇതിൽ കുറേ വിപ്ലവങ്ങളെക്കുറിച്ച് പറയുന്നു. ചൈനീസ് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അങ്ങനെ തുടങ്ങിയ വിപ്ലവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ എക്സാംസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. LP UPക്കാർക്കും അതുപോലെ LDC LGS എല്ലാവർക്കും തന്നെ വളരെ യൂസ്ഫുൾ ആയതായിരിക്കും ഈ CRT ടെക്സ്റ്റിലുള്ള കണ്ടൻറ്റുകൾ. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട കണ്ടൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങ് നോക്കിയേക്കാം. അപ്പോൾ നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിത ഇല്ലേ? കുമാരനാശാൻ്റെ ഉദ്ബോധനം എന്ന കവിത നമുക്കറിയാം അല്ലേ? കുമാരനാശാൻ്റെ ഉദ്ബോധനം എന്നൊരു കവിതയുണ്ട് എന്ന് തന്നെ നമുക്ക് പഠിക്കാം. ഇനി അദ്ദേഹത്തിൻ്റെ വേറൊരു കോട്ടിങ്സാണ് ഇവിടെ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ്റെ ഒരു കോട്ടിങ്സാണിത്. നോക്കാം. അതിൽ കുമാരനാശാൻ്റെ സ്മാരകം കായ്ക്കര എന്ന അവിടെ വെച്ചേക്കുന്ന ഒരു കോട്ടിങ്സാണിത്. നോക്കുക. ഇത് മാത്രം ഓർത്തിരിക്കുക. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് ഓർത്തിരിക്കുക. ഇത് കുമാരനാശാൻ്റെ സ്മാരകം കായ്ക്കര ആണ് നമ്മളത് ഓർത്തിരിക്കുക. ഉദ്ബോധനം എന്നൊരു കവിത അദ്ദേഹത്തിനുണ്ട്, അതും ഓർത്തിരിക്കുക. ഇനി വരുന്നത് ജ്ഞാനോദയം എന്താണ്? ഇവിടെ നോക്കൂ. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം. ഇവിടെ നോക്കുമ്പോൾ ജ്ഞാനോദയത്തിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകൾ പ്രോത്സാഹിപ്പിച്ചു. ജ്ഞാനോദയം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന് പറയാം. അത് വായിക്കാം. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയം ചിന്തകൾ പ്രചരിപ്പിച്ചു എന്നത് ഓർത്തിരിക്കുക. ഇനി അടുത്തതിലേക്ക് പോയാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ പറയുന്നത് അല്ലേ? അവിടെ എന്താ പറയുക? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നൊരു കോട്ടിങ്സ് നമ്മൾ കാണുന്നത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ലെന്നൊരു കോട്ടിങ്സ് നമുക്ക് കാണാം. അതിലെന്താ പറയുക? ജെയിംസ് ഓട്ടിസ് രൂപകൾ കൊടുത്തൊരു മുദ്രാവാക്യമാണിത്. ജെയിംസ് ഓട്ടിസ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഓർക്കുക. 18ാം നൂറ്റാണ്ട് 2ാം പകുതിക്കാണ് നടക്കുന്നത് ഓർക്കുന്നത്. എത്രയാണ്? 18ാം നൂറ്റാണ്ട് 2ാം പകുതിക്കാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് ഓർക്കുക. അതുപോലെ എന്താണ്? ജെയിംസ് ഓട്ടിസ് എന്ന അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യമാണ് എന്ത്? പ്രാതിനിധ്യമില്ല, നികുതിയില്ല. അപ്പോൾ ഇത് എപ്പോഴാണ് വരിക? അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്താണ് ഓർത്തിരിക്കുക. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, പ്രാതിനിധ്യമില്ല, നികുതിയില്ല, ജെയിംസ് ഓട്ടിസിനെ ഈ സമയത്ത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വരുന്നത് ഇവിടെ നോക്കൂ. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. 13 കോളനികൾ സ്ഥാപിച്ചു. ആ 13 കോളനികളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പോൾ അമേരിക്കയിൽ കാണുന്ന കോളനികളാണ് ഈ കൊടുത്തേക്കുന്നത് അല്ലേ? എന്താണ് നോക്കൂ. ന്യൂ ഹാംപ്ടൺ, ന്യൂയോർക്ക് അതുപോലെ കോളനികളുണ്ട്. അമേരിക്കയിലെ 13 കോളനികളാണ് ഇവ. അമേരിക്കയിലെ 13 കോളനികളാണിവ. ഇനി നെക്സ്റ്റ് അമേരിക്കയിലെ കുടിയേറ്റമാണ്. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അദ്ദേഹം അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. റെഡ് ഇന്ത്യൻസ്. അപ്പോൾ ക്രിസ്റ്റഫർ കൊളംബസിനെ ഓർക്കുക, റെഡ് ഇന്ത്യൻസ് എന്ന പേരും ഓർത്തിരിക്കുക. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്നാണ് 17ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു ഇംഗ്ലീഷുകാരാണ് ആദ്യമായി അവിടെ കോളനികൾ സ്ഥാപിക്കപ്പെട്ടത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു. അതിരിക്കട്ടെ. അപ്പോൾ ഇവിടെ എന്താണ് പറയുക? അമേരിക്കയുടെ കുടിയേറ്റത്തെക്കുറിച്ചാണ് പറയുക. എപ്പോഴും നടക്കുന്നത്? 1492 ആ സംഭവം നടക്കുക. അപ്പോൾ അവിടെ ക്രിസ്റ്റഫർ കൊളംബസിനെ ഓർത്തിരിക്കുക. മേഫ്ലവർ എന്ന കപ്പലിലാണ് ആര് വന്നത്? ഇംഗ്ലീഷുകാരല്ലേ? ഇംഗ്ലീഷുകാർ അങ്ങോട്ട് വരുന്നതെന്നും ഓർത്തിരിക്കുക. പിൽഗ്രിം ഫാദേഴ്സ് എന്നവരെ അറിയപ്പെട്ടു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇവരെന്ത് ചെയ്തു? കുറച്ച് മാതൃരാജ്യം ഇംഗ്ലണ്ടിൻ്റെ സഹായത്തിൽ കച്ചവടക്കാരി കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് എന്ത്? മെർക്കന്റിലിസം. കച്ചവടക്കാർ നടപ്പിലാക്കിയ വാണിജ്യ നയമാണെന്ത്? മെർക്കന്റിലിസം എന്ന് പറഞ്ഞാൽ. മെർക്കന്റിലിസം നയങ്ങൾ അപ്പോൾ എന്താണെന്ന് നോക്കാം അല്ലേ? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളോ അല്ലെങ്കിൽ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര,
കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ പറയുക, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം കൊടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതെല്ലാം എന്താണ്, മർക്കൻഡിസം നയങ്ങളാണ് പറയുക. നെക്സ്റ്റ് വരുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് ഓർത്തിരിക്കുക. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് ഓർക്കുക. അപ്പോൾ നോക്കൂ, ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തുന്നതിനെതിരെയായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു ഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടും. അപ്പോൾ 1700 ഇംഗ്ലീഷുകാരുടെ കാര്യമാണ് പറയുന്നത് അല്ലേ. ഇംഗ്ലീഷുകാരുടെ കാര്യം, തേയിലയുടെ കാര്യം ഓർത്തിരിക്കുക. അവിടെ 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ വരുന്നറിയോ, ഇനി ഇവിടെ കുറച്ച് ചിന്തകർ വരുന്നുണ്ട്. ഇംഗ്ലീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരായിട്ട് പോരാടാൻ ചില ചിന്തകർ എന്ത് ചെയ്തു ഇവിടെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണത്? ജോൺ ലോക്ക്. ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്ക് ഒരു ഗവൺമെൻറ്റിനും അവകാശം. ഇതൊക്കെ ഇതുപോലെ കോട്ടിങ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജോൺ ലോക്ക്. തോമസ് പെയിൻ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് രണ്ടുപേരും, ജോൺ ലോക്കും തോമസ് പെയിൻ്റെയും കോട്ടിങ്സ് നന്നായി നോക്കി വെക്കുക. ഇനി വൻകര ഒന്നാമത് സമയം. ഇവിടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഒരു ചോദ്യങ്ങൾ അല്ല, 1-2 ചോദ്യങ്ങളുണ്ട് ഇവിടെ. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എന്നോട് വായിക്കാം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെട്ടു. ഓക്കെ അല്ലേ, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1774 അല്ലേ. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസോട് സമ്മേളിക്കുന്നത് ഫിലാഡൽഫിയയിൽ. എവിടെയാണ്? ഫിലാഡൽഫിയയിൽ. ഓക്കെ അല്ലേ. ഇനി തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അധികാരമില്ലാതെ നീതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിൽ രാജാവിന് നിവേദനം കൊടുത്തു. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി സൈന്യത്തെ അയച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചെന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം എന്ത് ചെയ്തു? ജോർജ് വാഷിങ്ടനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് അവർ പ്രഖ്യാപിച്ചു. അപ്പോൾ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്താ സംഭവിച്ചത്? ജോർജ് വാഷിങ്ടനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് പ്രഖ്യാപിച്ചു. ഇനി വരുന്നത്, ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖ അല്ലേ. അപ്പോൾ തോമസ് പെയിൻ പുറത്തിറക്കിയ ലഘുലേഖ എന്താണ്? കോമൺ സെൻസ്. ഇതെവിടെ ചോദിച്ചിട്ടുണ്ട്. കോമൺ സെൻസ് അപ്പോൾ എന്താണ്? തോമസ് പെയിൻ ഇറക്കിയ ലഘുലേഖയാണെന്ന് കോമൺ സെൻസ് അല്ലേ. ഇനി ഇതിലെന്താ പറയുക? ഈ ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവ്വ പ്രവർത്തിയെന്ന് പ്രഖ്യാപിച്ചു. ഈ ലഘുലേഖ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ എന്ത് പറയുന്നു? ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പറയുന്നുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് വരുന്നത് 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഓക്കെ അല്ലേ. ഇത് 76 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രസിദ്ധം എന്ത് നടത്തി? സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇവിടെ നോക്കൂ, തോമസ് ജാഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ രണ്ടുപേരെ ഓർത്തിരിക്കുക. തോമസ് ജാഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ് തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ. അപ്പം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കി നടത്തിയത് ആരാണ്? തോമസ് ജാഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. അവരുടെ നയപ്രഖ്യാപനമാണ് ഈ കോട്ടിങ്സ്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ലഭിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ കിടക്കുന്ന കോട്ടിങ്സ് അല്ലേ. ഒന്ന് വായിച്ചു വെക്കാൻ നമുക്ക് ഓർത്തിരിക്കുന്നതൊക്കെ എഴുതാം. ഇങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി എന്ത് ചെയ്തു? ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു അല്ലേ.
സ്വാതന്ത്ര്യപ്രഖ്യാപനം വന്നതോടുകൂടി ഇത് സംഭവിച്ചു. ഇംഗ്ലണ്ടിലും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1881 അവസാനിച്ചു. അങ്ങനെ 1883 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. നമ്മൾ നേരത്തെ കണ്ടില്ലേ 13 കോളനി. അങ്ങനെ 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തു. അല്ലേ? തുടർന്ന് എന്ത് ചെയ്തു? ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൺ നടത്തി. ജെയിംസ് മാഡിസൺ, ആ പേര് തുറത്തിരിക്കുക. ജെയിംസ് മാഡിസൻ്റെ നേതൃത്വം തുടർന്നു ഭരണഘടനയ്ക്കായി അമേരിക്കയുടെ ഭരണഘടനയ്ക്ക് തയ്യാറാക്കി. അപ്പം അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്ന ആരും ചോദിച്ച ഉത്തരം എന്ത് പറയാം നമുക്ക്? ജെയിംസ് മാഡിസൺ അല്ലേ? എന്ത് പറയാം? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്ന ആരാണ്? ജെയിംസ് മാഡിസൺ. അപ്പോൾ ഇനി നോക്കാം. ഇങ്ങനെ പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിങ്ടൺ. അപ്പോൾ ഇവിടെ ഏതൊക്കെ പേര് ഓർത്തിരിക്കും നമ്മൾ? ഇവിടെ ജെയിംസ് മാഡിസൺ ഓർക്കും അല്ലേ? ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൺ നേതൃത്വം എന്ത് സംഭവിച്ചു? അവിടെ ഭരണഘടന തയ്യാറാക്കി അല്ലേ? അത് പ്രകാരം എന്തുണ്ടായി? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായിട്ട് മാറുന്നു ജോർജ് വാഷിങ്ടണായിട്ടും തീർന്നിട്ടുണ്ട്. ഇനി അങ്ങനെ അമേരിക്ക നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കുവാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞെന്നുള്ളതാണ് പറയുക. നെക്സ്റ്റ് വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് വരുന്നത് ഫ്രഞ്ച് വിപ്ലവം വരിക അല്ലേ? അവിടെ എന്തൊക്കെ കോട്ടിങ്സ് ഉണ്ട്? ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്ന ആരാണ്? ലൂയി 14. ഞാൻ രാഷ്ട്രമാണെന്ന് പറയുന്ന ലൂയി 14. രാഷ്ട്രം 14. ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് 15. പ്രളയം 15 പറയുന്നു, രാഷ്ട്രം 14 പറയുന്നു, പ്രളയം 15 പറയുന്നു. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ? കേക്ക് തിന്നുകൂടെ? കേക്കിനെ പറ്റി പറയുന്ന അന്റോനോയിറ്റ് അല്ലേ? മേരിയാണ് പറയുന്നത്. കേക്ക് മേരിയാണ് പറയുന്നത്. കേക്ക് മേരി പറയുന്നു. വേഴ്സായ കൊട്ടാരം, ഫ്രഞ്ച് വിപ്ലവം കാണും. വേഴ്സായ കൊട്ടാരം കൂടിയൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ. ഇനി 17-18 നൂറ്റാണ്ടിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന പ്രസ്താവനയാണ് അല്ലേ? അപ്പോൾ ആ സമയത്തുണ്ടത് ഏകാധിപത്യ ഭരണമായിരുന്നുണ്ടായിരുന്നത്. ഭരണാധികാരികൾ എപ്പോഴും എന്താ? ധൂർത്തന്മാരായിരുന്നു. ഒരു കോട്ടിങ്സ് ഉണ്ട്. ഫ്രാൻസിൽ 10ൽ 9 പേരും എന്താണ്? പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെ ആൾ, 10ൽ എത്ര പേര്? 9 പേര് മരിച്ചു അല്ലേ? 10ാമത്തെ ആൾ എങ്ങനെ? ദഹനം അല്ല അജീർണം ബാധിച്ച് മരിച്ചു. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നു എന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം പേരും എന്ത് ചെയ്തു? ന്യൂനപക്ഷം കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതം നയിച്ചു. അപ്പോൾ അങ്ങനെ ഭൂരിഭാഗം പേരും ദുരിതത്തിലായിരിക്കുകയും കുറച്ച് പേർ മാത്രം ആഡംബരവും ധൂർത്തും. ഈ ആഡംബരവും ധൂർത്തും വഹിക്കുന്ന ആരാണ്? ഭരണാധികാരികൾ തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏത്? അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതൊക്കെ തന്നെ. ഏത്? ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങൾ ദുരിതത്തിലായിരുന്നു, പക്ഷേ ഭരണാധികാരികൾ എന്തായിട്ട് മാറി? അവർ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അവസ്ഥ എന്ത് ചെയ്തു? ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അവ എസ്റ്റേറ്റുകൾ എന്നറിയപ്പെട്ടു. അപ്പം ഈ സാമൂഹിക സാമ്പത്തിക അസമത്വം ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ അവസ്ഥ എന്ത് തീരുമാനിച്ചു? ഫ്രാൻസിൽ അവിടെയുള്ള സമൂഹത്തിനെ 3 തട്ടുകളെ തിരിച്ചിട്ടുണ്ട്. ആ തട്ടുകൾ ഏതൊക്കെയാണ്? എസ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ 3 എസ്റ്റേറ്റ് ഉണ്ട് അല്ലേ? ഏതൊക്കെ? ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരാണ്. രണ്ടാമത്തെ എന്താണ്? പ്രഭുക്കന്മാരാണ്. മൂന്നാമത്തെ എന്താണ്? ബാക്കി ഒരു സാധാരണക്കാർ അല്ലെ? കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടക്കം മധ്യവർഗം, കർഷകരും കയത്തൊഴിലാളികളും ഒക്കെ അടങ്ങുന്നതാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ്. ഫസ്റ്റ് അല്ലേ? ഒന്നാമത്തെ ആൾക്കാർ എന്താണ്? ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു അവർ അല്ലേ? പുരോഹിതന്മാരാണ് അവർ. കർഷകരിൽ നിന്ന് തിഥേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. തിഥേ എന്ന പേരിൽ നികുതി പിരിച്ചു. ആര്? പുരോഹിതന്മാർ. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ. തിഥേ പിരിച്ചു. നികുതിയാണ് തിഥേ അവർ പിരിച്ചു. എവിടെ നിന്ന് പിരിച്ചു? കർഷകരിൽ നിന്ന് പിരിച്ചു. പുരോഹിതന്മാർ പിരിച്ചുകൊണ്ടേയിരുന്നു അല്ലേ? ഇനിയുള്ളത് എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു അവർ. ആര്? ഈ പുരോഹിതന്മാർ. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു പോകുന്നു. ആര്? പുരോഹിതന്മാർ. അപ്പോൾ ഒന്നാമത്തെ ആൾക്കാർക്ക് വളരെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അവിടെ. നെക്സ്റ്റ് വരുന്നത് സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. സേവനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഇത് രണ്ടാമത്തെ ആൾക്കാർ. പ്രഭുക്കന്മാരെ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഇരിക്കുക അല്ലേ? പ്രഭുക്കന്മാരല്ലേ? സൈനിക സേവനം നടത്തിയവർ കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചുകൊണ്ടേയിരുന്നു. വേതനം നൽകാതെ അവരെന്ത് ചെയ്തു? കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കും. പൈസ കൊടുക്കാതെ പണിയെടുപ്പിച്ചു. ഇനി നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു അവർക്ക് നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആഡംബര ജീവിതം നയിച്ചു പ്രഭുക്കന്മാർ. പിന്നെന്താ? ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. ഇത് രണ്ടാമത്തെ ആൾക്കാരെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അടുത്ത മൂന്നാമത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ സാധാരണക്കാർ അല്ലെ? കച്ചവടക്കാരും എഴുത്തുകാരും. അവർക്കെന്ത് പറ്റി? ഭരണത്തിലൊരു അവകാശം അവർക്കുണ്ടായിരുന്നില്ല അല്ലെ? സാധാരണക്കാരാണ്.
തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിനൊരു കൊടുക്കേണ്ടി വന്നു അല്ലേ. തൈലെ എന്ന ഭൂനികുതി കൊടുക്കണം, അവർ കൊടുത്തേ പറ്റുകയുള്ളൂ. താഴ്ന്ന സാമൂഹിക പദവി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്ത് കൊടുക്കണം, നികുതി കൊടുക്കണമെന്ന് അവകാശം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എന്താ ഫ്രാൻസിൽ ഉയർന്നു വന്ന അസമത്വത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ അവിടെ എന്ത് പലതും ചിന്തകന്മാരവിടെ ഉയർന്നു വന്നില്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ചിന്തകന്മാർ ആരൊക്കെയാണ്? വോൾട്ടയർ, വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. വോൾട്ടയർ എന്ന് പറയുമ്പോൾ ആരാണ്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. അദ്ദേഹത്തിന് ചിന്തകളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? വോൾട്ടയർ പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചു. എന്താ പറയാം നമുക്ക്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു അല്ല. അവരുടെ ഫസ്റ്റ് വരുന്ന പുരോഹിതന്മാരല്ല, അവരുടെ ചൂഷണത്തെ പരിഹസിച്ചു. അതുപോലെ തന്നെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ആരാണ്? വോൾട്ടയറാണ് അല്ലേ. അപ്പോൾ തത്വചിന്തകനാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്തുണ്ടായ തത്വചിന്തകന്മാരാണ്? വോൾട്ടയറാണ് അല്ലേ. റൂസോ എന്ന് പറയുമ്പോൾ എന്താണ്? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് അല്ലേ. പ്രസ്താവനയിലൂടെ അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി. ഇപ്പം എന്താ പറയുക? ജനങ്ങളാണ് പരമാധികാരി എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. റൂസോ പറയുന്നതാണ്. ഇനി മോണ്ടസ്ക്യൂ എന്താണ്? ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു മോണ്ടസ്ക്യൂ. അതുപോലെ ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളെ തിരിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പോൾ ഭരണകൂടത്തിനെ പറ്റി പറയുന്ന ഒരു ആളും എന്തായിരുന്നു? മോണ്ടസ്ക്യൂ ആയിരുന്നു അല്ലേ. ജനങ്ങളെപ്പറ്റി മാത്രം പറയുന്ന ആളായിരുന്നു റൂസോ ആയിരുന്നു. ഇനി മൂന്നാം എസ്റ്റേറ്റിൻ്റെ കാലമാണ്. മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ കച്ചവടക്കാരും അധ്യാപകരും ബാങ്കുകാരും ഒക്കെ അടങ്ങിയ മൂന്നാം എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവർ മുന്നേറുകയാണ്. അവിടെ എന്ത് പറ്റി? അങ്ങനെ പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത് യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. പിന്നീട് 1789 ചക്രവർത്തി ലൂയി 16 1789 ലൂയി 16 എന്ത് ചെയ്തു? ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനും 3 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓക്കെ. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. 2 എസ്റ്റേറ്റ് അങ്ങനെ വാദിച്ചപ്പോൾ മൂന്നാമത്തെ ആൾക്കാർ എന്ത് പറഞ്ഞു? ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് പറഞ്ഞു. ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് പറഞ്ഞ ആരാണ്? കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ഓരോ അംഗത്തിനും, ഈ സഭയിലുള്ള ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് പറഞ്ഞ ആരാണ്? കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റാണ്. ഇനി നോക്കുക, ഈ വോട്ട് ചെയ്ത് തർക്കം തീർക്കാൻ വേണ്ടി എന്ത് സംഭവിച്ചു? മൂന്നാം എസ്റ്റേറ്റുകാർ എന്ത് പറഞ്ഞു? തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്നവർ പറഞ്ഞു. തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് ആര് പ്രഖ്യാപിച്ചു? ഈ കോമൺസ് എന്ന് പറയുന്ന മൂന്നാം എസ്റ്റേറ്റ് അങ്ങ് പ്രഖ്യാപിച്ചു. അവർക്ക് ഒരു വോട്ടിന് അല്ല, എല്ലാ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് അവർ ആദ്യം പറഞ്ഞു. പിന്നെ അവർ തന്നെ എന്ത് പറഞ്ഞു? ഞങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പറയുന്നത് ഞങ്ങളാണെന്ന് ആര് പറഞ്ഞു? കോമൺസ് എന്ന് പറയുന്ന ഈ മൂന്നാം എസ്റ്റേറ്റ് അവകാശപ്പെട്ടു അല്ലേ. അപ്പോൾ അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? എന്നിട്ട് അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനെ ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ അവർ പിരിയുള്ളൂ എന്ന് പറഞ്ഞു, പ്രതിജ്ഞ ചെയ്തു. ഈ പ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് സ്റ്റേറ്റ് ജനറലിൽ വരുന്ന ഒന്നാമത്തെ സ്റ്റേറ്റിൻ്റെ നമ്പർ ഉണ്ടല്ലേ, അംഗസംഖ്യയുണ്ട് 285. രണ്ടാമത്തെ സ്റ്റേറ്റ് 308 അംഗസംഖ്യ ഉണ്ടായിരുന്നു. മൂന്നാമത്തേതിലോ 621 അംഗസംഖ്യയും ഉണ്ടായിരുന്നു അല്ലേ. എപ്പോഴും 1, 2, 3 നമ്മുടെ ഇത് നോക്കിയാലും എന്നറിയാം, ഏറ്റവും ആദ്യം കുറച്ച് നമ്പറേ വരുള്ളൂ അല്ലേ. നമ്മുടെ നിയമനങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഏറ്റവും വലിയ പോസ്റ്റിൽ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് താഴെയാകുമ്പോൾ കുറച്ചുകൂടെ വലുതാകും, കുറച്ചിട്ടും താഴെ LGS ആകുമ്പോൾ കുറേ അധികം ആൾക്കാർ വരും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും അല്ലേ, ഒന്ന് ഓർത്താൽ മതി. ഒന്നാം സ്റ്റേറ്റ് ആകുമ്പോൾ 285 ഉണ്ട്, രണ്ടാമത്തെ 308 ഉണ്ട്, മൂന്നാമത്തേതിൽ 621 അംഗസംഖ്യയും ഉണ്ടായിരുന്നു. ഇവിടെ നോക്കി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ എന്താ സംഭവം പറയുക? ആദ്യം എന്താ പറയുക അല്ലേ, ലൂയി 16 ആയിരുന്നല്ലോ, അദ്ദേഹം എന്ത് പറഞ്ഞു? ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി. അതിൽ 3 എസ്റ്റേറ്റ് വന്നു. ആ 3 എസ്റ്റേറ്റ് എന്ത് പറഞ്ഞു? ഓരോ വോട്ട് അല്ലേ, ഓരോ അംഗത്തിന് ഓരോ വോട്ട് വേണമെന്ന് പറഞ്ഞു. അവരെന്ത് കോമൺസ് എന്നറിയപ്പെട്ടത് 3 എസ്റ്റേറ്റ്. അവരെന്ത് പ്രഖ്യാപിച്ചു? ഞങ്ങളാണെന്തെന്ന് പറഞ്ഞു? ഫ്രാൻസിലെ ദേശീയ അസംബ്ലി അവർ തന്നെയാണ് അല്ലേ, ദേശീയ അസംബ്ലി അവരാണെന്ന് പ്രഖ്യാപിച്ചു. അവരെന്ത് ചെയ്തു? ടെന്നീസ് കോർട്ടിൽ പോയി സമ്മേളിച്ചിട്ട് അവിടെ വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഒരു എന്താ പറയുക, ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടാക്കിയ ശേഷം ഞങ്ങൾ പിരിയുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ടെന്നീസ് കോർട്ട് വെച്ച് ഈ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി അവരെന്ത് പ്രതിജ്ഞ ചെയ്തു? ആ പ്രതിജ്ഞ സംഭവം എന്താ പറയുക, നമ്മൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് അല്ലേ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുക. അതെല്ലാം ഇത് പറഞ്ഞ എല്ലാം കൂടിയാണ് ഒരു ഇതാക്കി വെച്ചേക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ 1892 സെപ്റ്റംബറിൽ പുതിയ രൂപീകരിച്ച ഭരണഘടന അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടൊരു ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 1792
ദേശീയ കൺവെൻഷൻ ഫ്രാൻസ് റിപ്പബ്ലിക്കായിട്ടങ്ങ് പ്രഖ്യാപിച്ചു. അത് വായിക്കുമല്ലോ. ഇനി ഭീകരവാഴ്ച എന്നാണ് അല്ലേ? ഭീകരവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? 1700 ഭീകരവാഴ്ച 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബീസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ടാൻറ്റൺ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരണം വരച്ചു. ഗില്ലറ്റിൻ ഒന്ന് ഓർത്തിരിക്കുക. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി. ലൂയി 16 ഭാര്യ മേരി ആൻറ്റോയിനെറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോസ്പിയറും ഗില്ലറ്റിനെതിരെയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെട്ടു. ഭീകരവാഴ്ചയിൽ ഗില്ലറ്റിനാണ് ആയുധമായി ഉപയോഗിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇനി വന്ന ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞു അല്ലേ? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേർണിക്ക് പറഞ്ഞതാണ്. മെറ്റേർണിക്ക് പറഞ്ഞാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനമാണിത്. ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയും എങ്ങനെ സ്വാധീനിച്ചു? ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടാനുള്ള തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സൗഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്ക് തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിൽ അംഗമാവുകയും ചെയ്തു. ഈ ജാക്കോബിൽ അംഗമാകുന്ന ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ടിപ്പു സുൽത്താനാണ് അവിടുത്തെ ആൻസർ വരുന്നിട്ടുള്ളത്. ഫ്രാൻസിൽ ദേശീയ അസംബ്ലി പാസ്സാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ സംഭവമാണ് ഇവിടെ കിടക്കുന്നത്. ഇതൊന്നും പറ്റുന്നില്ല. നെക്സ്റ്റ് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവം. മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യത്തിൽ കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരെ രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച നെപ്പോളിയനായിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു. 1799 നെപ്പോളിയൻ പിന്നെ ഒരു ഏകാധിപതിയായിരുന്നെങ്കിൽ അദ്ദേഹം നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് നോക്കാം. ഇവിടെ ഒരു കാര്യം മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രഞ്ച് തന്ത്രി റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥമാണേത്? സോഷ്യൽ കോൺട്രാക്റ്റ്. അതൊക്കെ ഓർത്തിരിക്കുക, ചോദിക്കാം. സോഷ്യൽ കോൺട്രാക്റ്റ് ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്നും അറിയപ്പെട്ടു. ഇവിടെ കണ്ടോ, നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് കിടക്കുന്നത്. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകട ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പുതിയ ഫണ്ട് രൂപീകരിച്ചു. പുരോഹിതന്മാരുടെ മേൽ ഒരു രാജ്യത്തിന് ഭരണ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചൊരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. ഇതൊക്കെ നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് ഉൾപ്പെടുന്നതാണ്. ഇനി വരുന്നതാണ് എന്ത്? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുക. ഇതായിരുന്നു ഇതാണ് സ്ഥലം. ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയത് ഇവിടെയാണ് വച്ച് വന്ന ഹിമതാപം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടതിവിടെയാണ്. കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സമ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പ് തുന്നുന്നവൻ മാച്ച് പിക്ചു, നീ കൊഴിച്ചുമുടി അടിമ എനിക്ക് തരൂ. മാക്സ് പിക്ചുവിൻ്റെ ഉയരങ്ങൾ എന്നതിനകത്ത് പാബ്ലോ നെരൂദ എഴുതിയ കോട്ടിങ്സാണ്. പാബ്ലോ നെരൂദയുടെ കോട്ടിങ്സാണിത്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്ന് മാക് പിക്ചുവിൽ കണ്ട കാഴ്ചകൾ അദ്ദേഹം വർണ്ണിച്ചേക്കുന്നത്. ഇവിടെ വിഭവങ്ങളുടെ സമൃദ്ധി, ചോളകൃഷി ഉണ്ടെന്നും ചെമ്മരിയാട് ഉണ്ടെന്നും വ്യാപാരത്തിൽ സമ്പത്തുണ്ടെന്നും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. റഷ്യൻ വിപ്ലവം ഇവിടെ നോക്കുക. അതിനകത്ത് ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബോളിവർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമായി തുടങ്ങി കേട്ടോ. അങ്ങനെ അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ സ്വതന്ത്രമാകാൻ കാരണക്കാരെ ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബോളിവർ, അവരെയൊക്കെ ഓർത്തിരിക്കുക. എന്താ പറയുക, എപ്പോഴും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് ഓർക്കുക. ആരെ ഓർക്കണം? സൈമൺ ബോളിവർ, ഫ്രാൻസിസ്കോ മിരാഡയൊക്കെ, സാൻ മാർട്ടിനെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് റഷ്യൻ വിപ്ലവം.
മാക്സിം ഗോർക്കിയുടെ കോട്ടിങ്സിലെ റഷ്യൻ വിപ്ലവം. മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ കഥാപാത്രത്തിൻ്റെ വാക്കുകളാണ് അല്ലേ. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ എന്ന് പറയുമ്പോഴത് മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ കഥാപാത്രത്തിൻ്റെ കോട്ടിങ്സാണ് കിടക്കുന്നത്. ഓക്കെ, അമ്മ ഓർത്തിരിക്കുക, മാക്സിം ഗോർക്കി ഓർത്തിരിക്കുക. ഇനി ഇവിടെ വിറ്റൽഷിപ്പ് പൊട്ടേംകിൻ റഷ്യൻ ചലച്ചിത്ര സംവിധായകനെ സെർഗി ഐൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രം സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിൽ യഥാർത്ഥ സംഭവമാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടംകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ചലച്ചിത്രം. ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. അത് ഓർക്കുക, ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ ജോൺ റീഡിൻ്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള പല ചിത്രങ്ങളും ഇദ്ദേഹത്തിൻ്റെയാണ്, സെർഗി ഐൻസ്റ്റീൻ്റെയാണ്. ജോൺ റീഡ് ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 പുസ്തകം അല്ലേ. ഇവിടെ നോക്കുക, തൊഴിലാളികളുടെയും കർഷകരുടെയും ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന കവിത ഓർത്തൊഴിക്കുക. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. ഇതൊക്കെ ഓർക്കാമല്ലോ. ഇനി മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ട് പാർട്ടി പിന്നെ എന്തായിട്ട് മാറി മെൻഷെവിക്കുകളെന്നും ബോൾഷെവിക്കുകളെന്നും രണ്ടായി പിരിഞ്ഞു. അതൊക്കെ ഓർക്കണം, അതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകളെന്നും ബോൾഷെവിക്കുകളെന്നും ഭൂരിപക്ഷവും രണ്ടായി പിരിഞ്ഞു. ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് രൂപം നേതൃത്വം കൊടുത്തപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്ക് നേതൃത്വം കൊടുത്തത്. ഇതൊക്കെ ചോദിക്കാം. ലെനിൻ, ട്രോട്സ്കി എന്ന് ബോൾഷെവിക് പാർട്ടി നേതൃത്വം കൊടുത്തു. മെൻഷെവിക്കിൻ്റെ വന്നാരാണ് അലക്സാണ്ടർ കെരൻസ്കി, അലക്സാണ്ടർ കെരൻസ്കി മെൻഷെവിക് എന്ന് പറയാം. ഇനി 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ പരാജയം രൂക്ഷമാക്കി. അങ്ങനെ സംഭവിച്ചെന്നറിയാവോ? ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് വെച്ച് 1905 ജനുവരി 9 നടത്തി. ഇതിന് നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെട്ടു. ഇതൊക്കെ ചോദിക്കുന്നതാണ്. രക്തരൂഷിത ഞായറാഴ്ചയിലെ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് വെച്ച് അവർ വെടിവെച്ചത് രക്തരൂഷിതമായത് അല്ലേ. റഷ്യ ജപ്പാൻ ഓർക്കുക. ഈ തൊഴിലാളികൾ എന്ത് ചെയ്തു? പെട്രോഗ്രാഡ് സ്ഥലത്ത് വെച്ചൊരു വെടിവെപ്പ് നടന്നു. അങ്ങനെ കുറേയധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. അതാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയും, ബ്ലഡി സൺഡേ എന്നറിയപ്പെടുക. റഷ്യ ജപ്പാൻ യുദ്ധത്തിലാണ് ഓർക്കുക. 1905 റഷ്യ ജപ്പാൻ യുദ്ധം. പെട്രോഗ്രാഡ് സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്തു? പട്ടാളം വരെ വെടിവെച്ചു. അപ്പോൾ ആ സംഭവത്തിൽ കുറേ പേർ മരിച്ചല്ലോ. അങ്ങനെ കൊല്ലപ്പെട്ടതിന് തുടർന്നുണ്ടായ സംഭവമാണെന്ത്? രക്തരൂഷിതമായ ഞായറാഴ്ച. ആ ഞായറാഴ്ച ഓർക്കുമ്പോൾ റഷ്യ ജപ്പാൻ ഓർക്കുക. രക്തരൂഷിത ഞായറാഴ്ച റഷ്യ ജപ്പാൻ യുദ്ധമാണ് ഇവിടെ വരുന്ന സംഭവം വരുന്നത് കേട്ടോ. ഏകദേശം നമുക്ക് ഓർത്തിരുന്നാൽ പോരെ, പോയിൻറ്റ്സ് കിട്ടിയാൽ മതി, നമുക്ക് എഴുതാമല്ലോ, ഡിസ്ക്രിപ്ഷനിലല്ലോ. ഇനി ദുമ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുക ദുമ അല്ലേ. അപ്പോൾ സമരം ശക്തമാക്കാൻ സംഭവിച്ചു. ദുമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ നിർബന്ധിതനായി. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഇത് സംഭവിച്ചപ്പോൾ ദുമയുടെ എതിർപ്പിനെ അവഗണിച്ച സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ പങ്കെടുത്തു, യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയി. ഫെബ്രുവരി വിപ്ലവം അല്ലേ. ഇവിടെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും പ്രേരിപ്പിച്ച് പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു വീണ്ടും അല്ലേ. അവിടെ വെച്ച് യുദ്ധം നേരത്തെ നടന്നിരുന്നു. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴികെ റഷ്യയിൽ മെൻഷെവിക് നേതാവ് മെൻഷെവിക്കാരൻ അലക്സാണ്ടർ കെരൻസ്കി വരികയും ചെയ്തു. അങ്ങനെ ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ചു. ഇതാണെന്ത്? ഫെബ്രുവരി വിപ്ലവം. മെൻഷെവിക്കാരൻ വന്നതാണെന്ത്? ഫെബ്രുവരി വന്നു അല്ലേ. അത് ഓർത്തിരിക്കുക. മെൻഷെവിക്കുകാരൻ വന്നതാണല്ലേ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുമ്പോൾ അത് ഓർത്തിരിക്കുക. പക്ഷേങ്കിൽ മാർച്ച് നടന്ന വിപ്ലവമാണ് എന്തായിട്ട് അറിയപ്പെടുക? ഫെബ്രുവരിയിൽ അറിയപ്പെടുക. അത് പോട്ടെ. ഇനി ഇവിടെ ഒക്ടോബർ വിപ്ലവം ഉണ്ടല്ലേ. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു. കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾ അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നു.
ബോൾഷെവിക്കിന് അധികാരം ലഭിച്ചപ്പോൾ അത് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെട്ടു അല്ലേ. മെൻഷോയ്ക്കായപ്പോഴോ ഫെബ്രുവരി എന്നറിയപ്പെട്ടു. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക. ഇനി എന്നാ ബാക്കിയുള്ള നോക്കുക. സോവിയറ്റ് യൂണിയൻ്റെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റ് രൂപം നൽകി. റഷ്യ വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ പുരോഗതി കൈവരിച്ചു. 1922 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് യൂണിയൻ കൂടിച്ചേർന്ന സോവിയറ്റ് യൂണിയൻ അല്ലേ USSR രൂപീകരിക്കപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. ഇനി ചൈനീസ് വിപ്ലവം എന്താണ്? വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നടപ്പാക്കിയ വ്യത്യസ്തമായ 2 നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്ക ഉൾപ്പെട്ട കോളനിയൽ ശക്തികൾ ചൈനയെ സ്വീകരിച്ചു. അവ കറുപ്പ് വ്യാപാരവും തുറന്ന വാൽനവുമായിരുന്നു. ഇതായിരുന്നു നോക്കാം. അപ്പോൾ ചൈനീസ് വിപ്ലവം ഓർക്കുമ്പോൾ എന്തോർക്കണം? കറുപ്പ് വ്യാപാരം ചൈനയെ ഓർക്കുക. അപ്പോൾ തുറന്ന വാൽ നയം അല്ലേ, ചൈനയെ ഓർക്കും. കറുപ്പ് വ്യാപാരവും തുറന്ന വാൽ നയവും നോക്കുക. ചൈനീസ് വിപ്ലവം എന്താണെന്ന് നോക്കാം. കറുപ്പ് വ്യാപാരം എന്താണ്? ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനയുടെ ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തില്ല. അതാണ് കറുപ്പ് വ്യാപാരം. ചൈനീസ് ഉൽപ്പന്നമായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലായിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാൻ ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്തു അല്ലേ. അപ്പോൾ അത് ചൈനയുടെ വ്യാപാരത്തിൻ്റെയും ഇതിൻ്റെ ഉപയോഗം ചൈനയുടെ മാനസിക നിലയും തകർത്തു. കറുപ്പിനെ ഇറക്കുമതി ചെയ്തു. അതാണ് കറുപ്പ് വ്യാപാരം. ഒക്കെ ഇനി തുറന്ന വാൽ നയം എന്താണ്? തുറന്നിട്ടതാണോ നോക്കാം. 19-ാം നൂറ്റാണ്ട് അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാരാനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണെന്ന് തുറന്ന വാതിൽ നയം. ഈ നയമനുസരിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണെന്ന് തുറന്ന വാതിൽ നയം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണെന്ന് തുറന്ന വാതിൽ നയം. ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖല വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കുക എന്നതായിരുന്നു നയത്തിൻ്റെ ലക്ഷ്യം. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കുക എന്നതാണ് നയത്തിൻ്റെ ലക്ഷ്യം. അതാരെ കൊണ്ടുവന്നത്? അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണെന്ന് തുറന്ന വാതിൽ നയം. അപ്പോൾ ചൈനയും അല്ല അവിടെ കറുപ്പ് ഇറക്കുമതി ചെയ്തതാണ് കറുപ്പ് വ്യാപാരം. ചൈന ഓർത്തിരിക്കണം, മറന്ന പോലെ. തുറന്ന വാതിൽ നയം എന്ന് പറയുമ്പോൾ എന്ത് ഓർക്കണം? അമേരിക്കയാണല്ലേ, അവിടെ ജോൺ ഹേ എന്ന നേതാവ് കൊണ്ടുവന്ന ഒരു നയമാണെന്ന് തുറന്ന വാതിൽ നയം. അതിൽ അമേരിക്കയ്ക്ക് ചൈനയിൽ അധികാരം വേണം, ഇടപെടാൻ അധികാരം വേണം, അല്ല അവസരം ഒരുക്കണം എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനം എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ കാണാൻ പഠിച്ച് 10 എഴുതുവാൻ ഇതൊന്നും പറ്റത്തില്ല. നമുക്ക് പോയിൻറ്റ്സ് വേണം ഇപ്പോൾ മനസ്സിലാക്കി വെക്കണമെങ്കിൽ അല്ല, കീ പോയിൻറ്റ്സ് വെച്ച് നമുക്ക് ഓർത്തിരിക്കേണ്ട നമ്മുടെ PSCക്ക് എഴുതാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ഓർക്കാം. ഇനി ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900-ൽ കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. ഇത് ബോക്സർ കലാപം എന്നറിയപ്പെട്ടു. 1900-ലാണ് ബോക്സർ കലാപം. ബോക്സറുടെ മുഷ്ടിയാണ് അവരുടെ മുദ്ര. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. അപ്പോൾ പിൽക്കാലത്ത് ശക്തി പകർന്ന വിപ്ലവത്തിലൊന്നാണെന്ത്? നമ്മുടെ ബോക്സർ കലാപം ചോദിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. 1911-ൽ ഡോക്ടർ സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൺ യാറ്റ് സെന്നിൻ്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. സൺ യാറ്റ് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾ പ്രാധാന്യം നൽകി. സൺ യാറ്റ് സെൻ ഉണ്ട് അല്ലേ, ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾ പ്രാധാന്യം കൊടുത്തു സൺ യാറ്റ് സെൻ. അപ്പോൾ സൺ യാറ്റ് സെൻ്റെ ആശയങ്ങൾ നോക്കാം. ദേശീയതയുണ്ട്, ജനാധിപത്യമുണ്ട്, സോഷ്യലിസം ഉണ്ട്. മഞ്ചൂറിയൻ പ്രദേശക്കാരൻ്റെ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക അല്ലേ, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുമെന്നാണ് സൺ യാറ്റ് സെൻ ആവശ്യപ്പെട്ടല്ലേ. ചൈനീസ് റിപ്പബ്ലിക്കൻ ഭരണം ഓർക്കുന്നത് ചൈനയാണത് അല്ലേ. സൺ യാറ്റ് സെന്നിൻ്റെ ദേശീയ ജനാധിപത്യമാണ്, സോഷ്യലിസം. അദ്ദേഹം 3 ആശയമുണ്ട് അദ്ദേഹത്തിന്: ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സൺ യാറ്റ് സെൻ ഓർത്തിരിക്കുക. ഇനി വരുന്നത്
കുമിന്താങ് റിപ്പബ്ലിക്കാണ്. ചിയാങ് കൈഷക് ചൈനയിൽ സൈനികാധിപത്യത്തിൻ്റെ തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുടെ സഹകരണം ഉപയോഗിച്ച് അദ്ദേഹം അമേരിക്കയ്ക്ക് അടക്കമുള്ള വിദേശത്തിൽ ചെവിയിൽ വിദേശ ഇടപെടാൻ അവസരമൊരുക്കി. അതിനുശേഷം കുമിന്താങ് പാർട്ടിയുടെ നേതാവായി ആര് വന്നു? മാവോ സേ തൂങ് വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ ക്യാങ്സിൽ യാത്ര ആരംഭിച്ചു. അതിനുശേഷം ഇവിടെ എന്താ ഓർക്കുക? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി അല്ലേ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി ആര് വന്നിട്ടുണ്ട്? മാവോ സേ തൂങ് വന്നിട്ടുണ്ട്. ഒരു ലോങ് മാർച്ച് പറയുന്നുണ്ട്. അതായത് യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമികളും ഗ്രാമങ്ങളും പ്രഭുക്കന്മാരെ പിടിച്ചെടുത്ത് കർഷകർക്ക് കൊടുത്തു. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ യാത്രയാണ് ലോങ് മാർച്ച് അറിയപ്പെടുന്നു. തൽഫലമായ വിദേശ രാജ്യത്തിനെതിരായി കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ജനതയുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേ തൂങ്ങും മാറി. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? വിദേശ രാജ്യത്തിന് എന്താ ഉള്ളത് പറയാം? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേ തൂങ് ഉയർന്നു വന്നു. ലോങ് മാർച്ച് എന്താണ്? ആ മാർച്ചിലൂടെ ധാരാളം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരും അല്ലേ, ഗ്രാമങ്ങളും കൃഷിഭൂമികളും സന്ദർശിക്കുകയും പ്രഭുക്കന്മാരും ഇതെല്ലാം പിടിച്ചെടുത്ത് കർഷകർക്ക് കൊടുക്കുകയും ചെയ്തു. അതാണെന്ത് ഈ ലോങ് മാർച്ച് എന്ന് പറയുക. 12,000 കിലോമീറ്ററാണ് സഞ്ചരിക്കുക. അങ്ങനെ 1949 ഒക്ടോബർ 1 ചൈന മാവോ സേ തൂങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറി അല്ലേ, അതോർക്കുക. മാവോ സേ തൂങ് അല്ലേ, 1949. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിൻ്റെ കോളനിയുമായി ശക്തമായി. ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ, ഇത്രയും പേര് ഓർത്തിരിക്കുക അല്ലേ. ഇനി ഇവിടെ ഫ്രഞ്ച് വിപ്ലവം വരുമ്പോൾ സത്യത്തിലും ഫെഡറൽ വ്യവസ്ഥ. ഇവിടെ എന്താ? വോൾട്ടയർ, റൂസോ, മോണ്ടസ് നമ്മൾ പഠിച്ചല്ലേ. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യ. ലാറ്റിൻ അമേരിക്കൻ ആകുമ്പോഴോ ഫ്രാൻസിസ്കോ മിരാഡോ ഓർത്തിരിക്കുക. റഷ്യൻ വിപ്ലവം ആകുമ്പോൾ കെരൻസ്കി, ലെനിനും ട്രോട്സ്കി ആണല്ലോ. ചൈനീസ് ആകുമ്പോൾ സൺ യാറ്റ്സനും മാവോ സേ തൂങ്. ഓക്കെ അല്ലേ. അടുത്ത് വരുന്നത് രോഗം 20-ാം നൂറ്റാണ്ട് ആഫ്രിക്ക 1914 നോക്കാം. എന്താണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട മാത്രം അങ്ങോട്ട് നോക്കി പോകാം. സാമ്രാജ്യത്വം കോളനികളെ എങ്ങനെയാണ് ബാധിച്ചത്? കോളനിയുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു, ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. ഇതൊക്കെ ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഒന്നാം ലോകമഹായുദ്ധം നോക്കാം. ഇതിലെന്താണ് സംഭവിക്കുക? യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾക്കിടയിൽ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ശത്രുക്കളെയും മിശ്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവരുടെ അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിൽ വഴിതെളിച്ചു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധം ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട സംഭവം എന്ത് തന്നെയാണ്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾക്കിടയിൽ അവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിൽ വഴിതെളിച്ചു. ഇതാണെന്ത്? അങ്ങനെ ഉണ്ടാക്കിയ സൈനിക സഖ്യങ്ങളാണെന്ത്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായ 2 സഖ്യങ്ങളാണേത്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായ സഖ്യങ്ങളാണേത്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യം എന്ന് പറയുമ്പോൾ ആരൊക്കെ വന്നു? ജർമ്മനിയും ആസ്ട്രിയ ഹംഗറി. ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലി. ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലി. 3 ത്രികക്ഷി സഖ്യം അല്ലേ. ത്രികക്ഷി സൗഹാർദ്ദം എങ്ങനെ വന്നു? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അപ്പോൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദം എങ്ങനെ രൂപം കൊണ്ടവയാണ്? യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള അല്ലേ, യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനിക്ക് വേണ്ടി മത്സരം ഉണ്ടായി. അപ്പോൾ അങ്ങനെ രൂപീകരിക്കപ്പെട്ട സഖ്യങ്ങളാണെന്ത്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. സൈനിക സഖ്യങ്ങളാണേത്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അതിലുള്ള രാജ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താ പറയുക നമുക്ക്? ത്രികക്ഷി സഖ്യമാണെങ്കിൽ ജർമ്മനി, ആസ്ട്രിയ ഹംഗറി, ഇറ്റലിയുമാണ്. സൗഹാർദ്ദമാണെങ്കിലോ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നിവയാണ് അല്ലേ. അവരോരോ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അല്ലേ. അതിനുശേഷം എന്താ പറയുക? തീവ്രദേശീയത എന്ന പോലെ അറിയപ്പെട്ടു. അതായത് ഇവിടെ സാമ്രാജ്യ മത്സരങ്ങൾ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യം വിവിധ തരത്തിലുള്ള മാർഗം സ്വീകരിച്ചു. അതുകൊണ്ടാണ് എന്താ തീവ്രദേശീയത. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലേ സംഭവിച്ചവിടെ അവർ പല മത്സരങ്ങളും നടത്തിയിരുന്നെന്താണ്? തീവ്രദേശീയത അവർക്കിടയിൽ ഉണ്ടായ സംഭവമാണ്. മറ്റു രാജ്യങ്ങളെ അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നുള്ള മാർഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇത് തീവ്രദേശീയത എന്നറിയപ്പെട്ടു.
മറ്റ് രാജ്യങ്ങളെ അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളിലും കീഴടക്കുമെന്ന മാർഗ്ഗമെന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയാണ് ഉപയോഗിച്ചത്. ഇതാണ് തീവ്ര ദേശീയത എന്ന് പറയുന്നത്. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകതയായിരുന്നു. തീവ്ര ദേശീയത അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ് പ്രസ്ഥാനവും പാൻ ജർമ്മൻ പ്രസ്ഥാനവും പ്രതികാര പ്രസ്ഥാനവും. അപ്പോൾ ദേശീയതയ്ക്ക് തീവ്ര ദേശീയതയ്ക്ക് പ്രാധാന്യമുണ്ട് ഇവിടെ. അതുവഴി തീവ്രദേശീയത വഴി രൂപം കൊണ്ട തീവ്രദേശീയത വഴി രൂപം കൊണ്ട അതിലധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണെന്ത്? പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. പാൻ സ്ലാവ് പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം. അല്ലേ? ഇനി പാൻ ജർമ്മൻ എന്ന് പറയുമ്പോൾ മധ്യ യൂറോപ്പിലെയും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണെന്ത്? പാൻ ജർമ്മൻ പ്രസ്ഥാനം. ഇനി പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് അൽസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണെന്ത്? പ്രതികാര പ്രസ്ഥാനം. ഇനി വരുമ്പോൾ അടുത്താണെന്ത്? സാമ്രാജ്യത്വ കടമത്സരങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രതിസന്ധിയായിട്ട് പ്രധാനപ്പെട്ടതാണെന്ത്? മൊറോക്കൻ പ്രതിസന്ധി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നോക്കുമ്പോൾ മൊറോക്കൻ പ്രതിസന്ധി എന്താണെന്ന്, ബാൾക്കൺ എന്താണെന്ന് നോക്കി വെക്കുക, അല്ലേ? യൂറോപ്യൻ സാമ്രാജ്യത്വം അവിടെ പറയുന്നതല്ല. അവിടെ വരുന്ന പോയിൻറ്റ്സ് ആണെന്ത് നമുക്ക് വേണ്ടത്? മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നുണ്ട്, അതുപോലെ ബാൾക്കൺ പ്രതിസന്ധി. മൊറോക്കൻ പ്രതിസന്ധി നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം, അല്ലേ? രണ്ട് പ്രതിസന്ധികൾ രാജ്യങ്ങൾക്കിടയിലുള്ള പ്രതിസന്ധിയാണ്, അല്ലേ? സംഘർഷങ്ങളാണ്. നോക്കാം എന്താണെന്ന്. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിൻ്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. മൊറോക്കൻ തുറമുഖമായ അങ്കഡീറിലേക്ക് ജർമ്മൻ യുദ്ധക്കപ്പലുകൾ അയച്ചു. തുടർന്നുള്ള അന്വേഷണ ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി. ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. എങ്കിലും ഫ്രാൻസ് ജർമ്മൻ ശത്രു തുടർന്നു വന്നു. ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുക. അപ്പോൾ ഇത് ആര് തമ്മിലുള്ളതാണ്? യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയാണെന്ത്? പ്രതിസന്ധികളാണെന്ത്? അവർ തമ്മിലുള്ള ഗുസ്തി, യുദ്ധം ഒക്കെയാണെന്തോ സംഭവം ഈ മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ. ബാൾക്കൻ പ്രതിസന്ധി എന്താണ്? ഗ്രീസിന് കിഴക്കുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്താണ് ബാൾക്കൻ മേഖല സ്ഥിതി ചെയ്യുന്നത്. ബാൾക്കൻ മേഖല എന്താണ്? ബാൾക്കൻ മേഖല അത് നോക്കി വെക്കാം. ഗ്രീസിനിടയിലുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും ഇടയിലുള്ള എന്താണത്? ബാൾക്കൻ മേഖല, അല്ലേ? ജോഗ്രഫി പഠിക്കുന്നുണ്ടത്. ഇത് ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1912 ബാൾക്കൻ സഖ്യം, അതായത് സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ, ബൾഗേറിയ എന്നിവയാണ് ബാൾക്കൻ സഖ്യം. അവർ തുർക്കിയെ പരാജയപ്പെടുത്തി. എന്നാൽ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൾക്കൻ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇത് ബാൾക്കൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു, അല്ലേ? ഇവിടെ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരുന്ന വഴിയൊക്കെ പറഞ്ഞല്ലോ. ഒന്നാം ലോക യുദ്ധം എന്നറിയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സെർബിയൻ യുവാവാണ് കാവ്ലോ പ്രിൻസപ്പ് ഓർത്തരിക്ക് 1914 ജൂലൈ 20 പ്രഖ്യാപിച്ചു, അല്ലേ? സഖ്യരാഷ്ട്രങ്ങളുടെ തങ്ങളുടെ ചില രാഷ്ട്രങ്ങളെ സഹായിക്കാനും മുന്നോട്ട് പോകുന്നു. നമുക്ക് വേണ്ട എന്താണ്? പോയിൻറ്റ്സുകളാണ്, അല്ലേ? യുദ്ധം സെല്ലുലോയിഡ്. ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണിത്. ഴാങ് റെനയുടെ ഗ്രാൻഡ് ഇലൂഷൻ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചരിത്രങ്ങളിലൊന്നാണിത്. ഏത്? യുദ്ധം സെല്ലുലോയിഡ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് ഇലൂഷൻ്റെ പ്രിൻറ്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുത്തു. ലെവിസ് മെൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി ക്യൂബിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നീ ചിത്രങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. അതൊക്കെ വേണം നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ അതൊക്കെ. ഴാങ് റെനയുടെ ഗ്രാൻഡ് ഇലൂഷൻ യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചിത്രങ്ങളൊന്നാണിത്. ഗ്രാൻഡ് ഇലൂഷൻ്റെ പ്രിൻറ്റുകൾ നശിപ്പിച്ചപ്പെട്ടു പോട്ടെ. ലെവിസ് മെൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി കുബിക്കിൻ്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നിവയിലെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദൃശ്യാവിഷ്കാരം. അപ്പോൾ ഇവിടെ വരുന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. ഒന്നാം ലോക മഹായുദ്ധം അങ്ങനെ സംഭവിച്ചു. പിന്നീട് സർവ്വ രാഷ്ട്ര സഖ്യം രൂപം കൊണ്ടു, ലോകസമാധാനം. ഇനി 1919 പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വെച്ച് യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവിക ചർച്ച ചെയ്തു. പരാജയപ്പെട്ട രാഷ്ട്രങ്ങളിൽ ലോകസന്ധി ഉൾപ്പെട്ടു. അങ്ങനെ പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച വേഴ്സായ സന്ധി. അതാണ് പഠിക്കേണ്ടത്. വേഴ്സായ സന്ധി
1919 ഒപ്പുവെച്ച വേഴ്സായസ് സന്ധി. ഇത് പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ പിടിച്ചെടുത്തു അല്ലേ. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ സന്ധിയാണെന്ത്, അങ്ങനെ ഓർത്തിരിക്കണം. എന്നിട്ട് എന്താണ് വേഴ്സായസ് സന്ധി എന്ന് ഓർക്കുക. ജർമ്മനിയുമായി 1919 ഒപ്പുവെച്ച വേഴ്സായസ് സന്ധിയാണ് ഇത്. നെക്സ്റ്റ് സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെ കറുത്ത വ്യാഴാഴ്ച എന്താ. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് എന്താ കറുത്ത വ്യാഴാഴ്ച. ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നിരിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേർക്ക് ജീവിതത്തിലെ മുഴുവൻ സമ്പത്ത് നഷ്ടമായി. ധാരാളം പേർ ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉൽപ്പാദനം കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ലോക വാണിജ്യം തന്നെ തകരാറിലായി. ഇനി വരുന്നതാണ് ഫാസിസവും നാസിസവും എന്ന് പറയും അല്ലേ. ഒന്നാം ലോക യുദ്ധാനന്തരം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അധികാരത്തിൽ വന്ന സ്വച്ഛാധിപത്യത്തിന് ചാർലി ചാപ്ലിൻ നിരീക്ഷണമാണ് അല്ലേ. നോക്കുക, ആ കിടക്കുന്ന ഒരു കോട്ടിങ്സ് ആണിത്. ഈ കോട്ടിങ്സ് ഒക്കെ വായിച്ചു വെച്ചേക്കുക. ചാർലി ചാപ്ലിൻ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അത് ഓർക്കുക. ചാർലി ചാപ്ലിൻ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഓർത്തിരിക്കുക. എന്താണ് ഫാഷിസം? ലാറ്റിൻ പദമായ ഫാസസ് എന്ന പദത്തിൽ നിന്നാണ് ഫാഷിസം ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം ഒരു കെട്ട് ദണ്ഡും അതിന് മുകളിൽ ഒരു മഴു എന്നാണ്. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ഇത്. ഫാഷിസത്തിൻ്റെ പോയിൻറ്റ്സാണിത്. ജനാധിപത്യത്തിനോടുള്ള വിരോധം അല്ലേ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കലാണ്, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, സൈനികേച്ഛാധിപത്യം, പിന്നെ സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, തീവ്രദേശീയത പ്രദർശിപ്പിക്കൽ, കലാ സാഹിത്യം വിദ്യാഭ്യാസം തുടങ്ങിയ അവയോടുള്ള ആശയപ്രചരണം, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി മുസോളിനിയും ഫാഷിസവും. മുസോളിനി എങ്ങനെ വരുന്നു അല്ലേ. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണെന്ന് പറഞ്ഞ മുസോളിനിയാണ്. മുസോളിനി അല്ലേ, ബെനിറ്റോ മുസോളിനി ഓർത്തിരിക്കുക. അദ്ദേഹത്തെ പടവും കാണാമല്ലോ അല്ലേ. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യം നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. യുദ്ധാനന്തര തകർച്ചയുണ്ട്, അതൊന്ന് വായിച്ചേക്കാം. നെക്സ്റ്റ് വരുന്നത് വിജയിച്ച ഇറ്റലി. ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്ന ഇറ്റലി യുദ്ധം തുടരവേ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പക്ഷത്തെ കൂറുമാറി. അങ്ങനെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇറ്റലി വിജയിച്ചൊരു പക്ഷത്തായിട്ട് മാറി. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി ജയിച്ചു വന്നു. എന്താണ് മെറ്റിയോറി? ഇറ്റലിയുടെ പ്രമുഖ സോഷ്യൽ ചിന്തകനായിരുന്ന മെറ്റിയോറി ഫാഷിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാർ അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാഷിസ്റ്റ് വിരുദ്ധ പ്രകടിപ്പിച്ച മെറ്റിയോറിയെ ഫാഷിസ്റ്റ് തെരുവുകൾ വെച്ച് പിടിവധിച്ചു. ഇനി ഇവിടെ കരിങ്കുപ്പായൊക്കെ ബ്ലാക്ക് ഷർട്ട്സ് നോക്കിക്കോ. ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ നോക്കി വെക്കണ്ട. ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്ന കരിങ്കുപ്പായക്കാർ എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികൾ അടിച്ചമർത്തി. കരിങ്കുപ്പായൊക്കെ ഓർക്കുക കേട്ടോ. കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷർട്ട്സ് ഫാഷിസ്റ്റ് നയങ്ങളാണ് മുസോളിനിയുടെ. ഹിറ്റ്ലറും നാസിസവും. മുസോളിനി അപ്പുറത്തെ ഭാഗത്ത് മുസോളിനി അല്ലേ. ഹിറ്റ്ലറും നാസിസം നോക്കുക, അദ്ദേഹത്തിൻ്റെ കോട്ടിങ്സ് ആണിത് അല്ലേ. ആൻ ഫ്രാങ്ക് ഡയറി കുറിപ്പ് ഇവിടെ വരും. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവവർണ്ണമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവവർണ്ണമാണെന്ത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. നാസി വാഴ്ചക്കാലത്ത് ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ഒളിച്ചു കടന്നു. എന്നാൽ നാസികളുടെ പിടിയിൽ നിന്ന് അകപ്പെട്ട ആൻ ഫ്രാങ്കും സഹോദരിയും ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെടുകയും തുടർന്ന് മരണമടയുകയും ചെയ്തു. അപ്പോൾ അത് ആ നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവവർണ്ണമാണെന്ത് ആൻ ഫ്രാങ്ക് ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം. ഫാഷിസത്തിൻ്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം. നാസി പാർട്ടിയുടെ നേതാവായ അഡോൾഫ് ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കുക അല്ലേ. ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായസ് സന്ധി, അതൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് ചെമ്പകരാമൻ പിള്ളി നാസികൾ. ചെമ്പകരാമൻ പിള്ളി ഇവിടെ പറയുന്നുണ്ടല്ലേ. ഇവിടെ ഹോളോകോസ്റ്റ് പറയുന്നുണ്ട്. തവിട്ടുകുപ്പായക്കാർ, അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്തു, അതാണ് ഹോളോകോസ്റ്റ് അല്ലേ. ഇനി തവിട്ടുകുപ്പായക്കാർ സംഘത്തിനും ഗെസ്റ്റപ്പ എന്ന സംഘത്തിനും രൂപം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ നാസിസം കാണുമ്പോൾ ഏത് ഓർക്കണം? ഗെസ്റ്റപ്പ ഓർക്കുക. ചോദ്യം അങ്ങനെയാണ് വരുന്നത്.
നെക്സ്റ്റ് രണ്ടാം ലോക മഹായുദ്ധം 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും ജയിച്ച രാജ്യങ്ങൾ കൈവശപ്പാട് പോട്ടെ. ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കുവാൻ രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും പദ്ധതിയിട്ടു. ഈ ആക്രമണ നയങ്ങൾ വ്യാപിക്കുന്നതിനായി ജർമ്മനി, ഇറ്റലിയും ജപ്പാനും അച്ചുണ്ട് സഖ്യത്തിന് രൂപം കൊടുത്തു. ഇതിനെതിരെയായി ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ചൈന തുടങ്ങിയ രാജ്യം എന്ത് ചെയ്തു? സൈനിക സഖ്യത്തിന് രൂപം കൊടുത്തു. ഇത് സഖ്യശക്തികളെന്നും അറിയപ്പെട്ടു. ഇങ്ങനെ രണ്ടെണ്ണം വന്നില്ലേ? അച്ചുണ്ട് ശക്തികളും വന്നു, സഖ്യശക്തിയും വന്നു. ആ രണ്ടുപേരും എന്താണ് ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉൾപ്പെടുന്നവരാണ്. അച്ചുണ്ട് ശക്തികൾ ഏതൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അതൊക്കെ ചോദിച്ചാൽ എന്ത് പറയും നമ്മൾ? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ അല്ലേ മെയിൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ അച്ചുണ്ട് ശക്തികൾ. സഖ്യശക്തികൾ ഏതാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇനി ഇവിടെ പ്രധാനപ്പെട്ട എന്താണ്? മ്യൂണിക് ഉടമ്പടി എന്താണ്? പീഡന നയത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 1938 മ്യൂണിക് ഉടമ്പടി. 1938 മ്യൂണിക് ഉടമ്പടി. ചെക്കോസ്ലോവാക്യയിൽ സമ്പൽ സമൃദ്ധമായ സുഡൻഡൻ ലാൻഡ് എന്ന പ്രദേശത്തിന് മേൽ ഹിറ്റ്ലർ അവകാശം ഉന്നയിച്ചു. തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്തു. തുടർന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലേക്ക് മ്യൂണിക്കിൽ സമ്മേളിച്ചു. ചെക്കോസ്ലോവാക്യ ഇതിലേക്ക് ക്ഷണിച്ചില്ല. സമ്മേളനം സുഡറ്റൻ ലാൻഡ് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ചു. അപ്പോൾ മ്യൂണിക് ഉടമ്പടി എന്താണ്? 1938 മ്യൂണിക് ഉടമ്പടി എന്താണ്? ചെക്കോസ്ലോവാക്യയിലെ സമ്പൽ സമൃദ്ധമായ സുഡറ്റൻ ലാൻഡ് എന്ന പ്രദേശത്തിന് ഹിറ്റ്ലർ അവകാശം ഉന്നയിക്കുകയും അത് തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് ഇവിടെ പറയുക മ്യൂണിക് ഉടമ്പടിയിൽ പറയുന്നത്. പീഡന നയം പറയുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് അനാക്രമണ സന്ധി. ഇവിടെയുള്ള ഒരെണ്ണമുണ്ട്. പോൾ ഹാർബർ ആക്രമണം എന്താണ്? 1941 ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക പ്രദേശമായ പോൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു. പസഫിക് മേഖല ഇരു രാജ്യങ്ങൾക്കുണ്ടായിരുന്ന സാമ്പത്തിക താല്പര്യങ്ങൾ ജപ്പാനെ പ്രേരിപ്പിച്ച് അതാണ് പോൾ ഹാർബർ ആക്രമണം. 1941 ഓർക്കുക. അത് 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്നാണ് ബോംബ് ഹിരോഷിമയിലും, ആഗസ്റ്റ് 9 ഫാറ്റ്മാൻ എന്നാണ് ബോംബ് നാഗസാക്കിയിലും വർഷിച്ചതോടെ ജപ്പാനും കീഴടങ്ങി. സെക്കൻഡ് ലോകമഹായുദ്ധമാണിത്. ഹിബാക്കുഷകൾ, ഹിരോഷിമ നാഗസാക്കി അല്ലേ, നമുക്കറിയാം ഹിബാക്കുഷകൾ എന്താണ്. ഹിരോഷിമ നാഗസാക്കി ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യരാണെന്ത്? ഹിബാക്കുഷകൾ അല്ലേ. അണുവികരണത്തിൻ്റെ തീവ്രതയിൽ ഓരോ നിമിഷവും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഹിബാക്കുഷകൾ ജപ്പാനുണ്ട്. എന്നാൽ ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് എന്ത് ചെയ്തു? അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടന ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിയുമ്പോഴാണ് അല്ലേ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് കൊല്ലപ്പെട്ടു. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോകമേധാവിത്വം തകർന്നു. ഇവിടെ നോക്കാം ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻശക്തികളായിട്ട് മാറി. ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകസമാധാനം സംരക്ഷിക്കുന്നത് ഈ ഒരു പോയിന്റ് മാത്രം നോക്കി വെക്കുക. സഡാക്കോ എന്നുള്ള ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമുണ്ടായ അണുവികരണത്തിൻ്റെ ഇടയാണ് സഡാക്കോ സസുകി എന്ന ബാലിക. അവൾ രോഗശങ്കയിൽ വെച്ച് നിർമ്മിച്ച സഡാക്കോ കൊക്കുകളിൽ നിന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകമാണ് സഡാക്കോ കൊക്കുകൾ. ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. UN പതാക ഇതാണ്. UN ചിഹ്നം നോക്കുക. കോളനികൾ സ്വതന്ത്രമാകുന്നു. ഗാന്ധിജി, നെൽസൺ മണ്ടേല, ലക്കാമി, ക്രൂമ ഖാന, ജമിയോ കനാത്ത എന്നിവരെല്ലാം ഓർത്തിരിക്കുക. ശീതസമരം, കോൾഡ് വാർ എന്നാണ്. ശീതസമരം എന്ന പദം ആദ്യം ഉപയോഗിച്ചാലാണ് അമേരിക്കൻ നേതൃത്വത്തിനായ ബർണാഡ് ബറൂച്ച്. ശീതസമരം ബർണാഡ് ബറൂച്ച്. ശീതസമരം ആരാണ്? ബർണാഡ് ബറൂച്ച് അല്ലേ. വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം പ്രചാരം കൊടുത്തിട്ടുണ്ട്. ശീതസമരം അത്ര ഓർക്കുക. ഇരുധ്രുവ ലോകം. ശീതസമരത്തെ സൈനിക സഖ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഏതൊക്കെയാണ്? നാറ്റോ ഉണ്ട്, സീറ്റോ അല്ലേ, വാൾസ ഉടമ്പടി ഉണ്ട്. ഇത് മൂന്നും വായിച്ചു വെക്കാം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അമേരിക്കൻ സഖ്യകക്ഷികളും, സീറ്റോ എന്താണ്? അമേരിക്കയും സഖ്യകക്ഷികളും. പിന്നെ വാർസ ഉടമ്പടിയിൽ സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും ഓർത്തിരിക്കുക. ഇനി ഇവിടെ ചേരിചേരാം അല്ലേ. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ചേരിചേരാമെന്ന് രാഷ്ട്രരൂപം നൽകി. നേതാക്കൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്റ്റ്, മാർഷൽ ടിറ്റോ യൂഗോസ്ലാവാക്യ, അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. ഇത്രയും പേരെന്താണ്? ചേരിചേരായ്മ അല്ലേ ഓർത്തിരിക്കുക. ചേരിചേരായ്മ. ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ, അബ്ദുൽ സുകാർണോ. ഈ പേര് ഇത്രയും പാഠം സഹിതം ഓർത്തിരിക്കുക. ചേരിചേരായ്മ എന്തായിരുന്നു?
രണ്ടാം ലോകയുദ്ധാനന്തരം ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേക രാജ്യങ്ങൾ സ്വതന്ത്രരായി. ശീതസമരം സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ഈ രാജ്യം തിരിച്ചറിഞ്ഞു. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ രൂപീകരണമാണെന്ത്? ഐക്യമാണ് ചേരിചേരാ പ്രസ്ഥാനം. വൻകിട ശക്തികളുടെ ആയുധ സമരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞു. 1955 ഇന്തോനേഷ്യയിലെ ബാൻഡോങ്ങിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചത്. ഓർക്കുമല്ലോ അതൊക്കെ. ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ്, ചേരിചേരാ പ്രസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ട് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്നു. ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായ ഇടപെടലാണ് എന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിരീക്ഷണം ചേരിചേരാ പ്രസ്ഥാനത്തിൽ ലക്ഷ്യങ്ങളിൽ വഴിതെളിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, ഇതിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ നിന്നും, ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടിറ്റോ, അഹമ്മദ് സുക്കാർണോ അല്ലേ വന്നു. എവിടെ വെച്ചാൽ കൂടുന്ന ബെന്തോങ്, ഓർക്കല്ല, ബെന്തോങ്ങിൽ വെച്ച് നടന്നു. ഇന്തോനേഷ്യയിലെ ബെന്തോങ് ആണ്. 1964 ബെൽഗ്രേഡിൽ വെച്ച് എന്ത് ചെയ്തു? ഈ ആദ്യത്തെ സമ്മേളനം, എന്തിൻ്റെ? ചേരിചേരയുടെ ആദ്യത്തെ സമ്മേളനം നടന്നു. അത്ര ഓർക്കാമല്ലോ. പശ്ചിമേഷ്യ, ഒരു കയ്യിൽ സമാധാനത്തിലെ ഒലിവിലയും മറുകയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് നിന്നിരിക്കുന്നത്. ഒലിവില എൻ്റെ കയ്യിൽ നിന്ന് ചുമകരിക്കട്ടെ. ഇതാര് പറഞ്ഞു? യാസർ അരാഫത്തിൻ്റെ അല്ലേ? യാസർ അരാഫത്തിൻ്റെ ആണ്. സിയോണിസ്റ്റ് പ്രസ്ഥാനം ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നുണ്ട്. അതായത് ജൂതർക്ക് ഒരു രാജ്യം സ്ഥാപിക്കുക ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടാണെന്ത്? സിയോണിസ്റ്റ് പ്രസ്ഥാനം. പാലസ്തീൻ മോചന സംഘടന, യാസർ അരാഫത്താണ് ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. ആരാണ്? പാലസ്തീൻ മോചന സംഘടന, PLO, യാസർ അരാഫത്തിൻ്റെ പ്രസിഡന്റ്. ഒപ്പുവെച്ച ഓസ്ലോ കരാർ അല്ലേ? 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെച്ച് ഒപ്പുവെച്ച എന്താണ്? ഓസ്ലോ കരാർ പ്രകാരം പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അധികാരം നൽകി. ഓസ്ലോ കരാർ ഓർത്തിരിക്കുക. ഓസ്ലോ കരാർ ആരുമായിട്ട് വരും? പാലസ്തീൻ വരും അല്ലേ? പാലസ്തീൻ വരും. അവിടെ വരാറാണ് എന്താണ്? യാസർ അരാഫത്ത്. ഓർക്കാമല്ലോ. പാലസ്തീൻ വിമോചന സംഘടന, യാസർ അരാഫത്ത്, പിന്നെ ഓസ്ലോ കരാർ എന്തിനാണ്? പാലസ്തീനെ സ്വതന്ത്രമായ രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം കൊടുത്തതാണ്. അപ്പോൾ സിയോണിസം ഇവിടെ കിടപ്പുണ്ട്. ജൂതരുടെ രാഷ്ട്രം അല്ലേ? സിയോണിസം കൊണ്ട് എണ്ണ രാഷ്ട്രീയ ആയുധമായിട്ട് ഒപെക് സംഘടന രൂപീകരിച്ചു. ഇനി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച വരുന്നു. മിഖായിൽ ഗോർബച്ചോവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നോക്കാം. ഗൾഫ് യുദ്ധങ്ങൾ നെക്സ്റ്റ് വരുന്നത്. അതിൽ ഉടമ്പടികളൊന്നും, നിയോ ഇമ്പീരിയലിസം, അതിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരമുണ്ട്. അവിടെ ചോദിച്ചിട്ടുണ്ട്. പുത്തൻ ന്യൂ എക്കണോമിക് പോളിസി എന്താണ്? ഉദാരവൽക്കരണം എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് മൂലധനത്തിൽ നിയന്ത്രണമില്ലാതെ കടന്നു വരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികൾ ഉദാരമാക്കി. സ്വകാര്യവൽക്കരണം എന്താണ്? സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു. ആഗോളവൽക്കരണം എന്ന രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയെ ബന്ധിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു. മത്സരങ്ങളിൽ ഊന്നിയ കമ്പോളം നിലവിൽ വന്നു. അതിരുകളില്ലാത്ത ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യവിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു. ഇതെല്ലാം എന്താണ്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിൻ്റെയാണത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം, ന്യൂ എക്കണോമിക് പോളിസിയുടെ ആശയങ്ങളാണ്. നവസാമ്രാജ്യത്തിൻ്റെ ആശയങ്ങളാണ് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, മൂന്നെണ്ണവും ചോദിച്ചിട്ടുണ്ട്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ആശയങ്ങളാണ് ഇതൊക്കെ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അത് മൂന്നും ഓർത്തിരിക്കുക. ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആഗോളവൽക്കരണത്തിന് അനുസരിച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ നോക്കുക, എന്താണ് പറയേണ്ടത്? ആഗോളവൽക്കരണം, ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ എവിടെ വരുന്നുണ്ട്? ആഗോളവൽക്കരണത്തിന് ബന്ധപ്പെട്ടതാണ്. അത് ഓർത്തിരിക്കുക. അതുപോലെ വിവര നിയമ സാങ്കേതികവിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യാതിർത്തികൾ കടന്നുള്ള വിനിമയവും ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം കൊടുത്തു. ആഗോള ഗ്രാമം. ഇവിടെ നോക്കൂ, ആഗോളവൽക്കരണം എങ്ങനെയാണ് ദോഷകരെ ബാധിച്ചത് അല്ലേ? സമ്മറിയാണ് നോക്കുക. ഒന്നാം ലോക മഹായുദ്ധം, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. ഓർക്കാമല്ലോ. ഓർത്ത് വരുമ്പോൾ ഫാഷിസം, നാസിസം, ഇല്ല, മുസോളിനി, ഹിറ്റ്ലർ,
രണ്ടാം ലോക മഹായുദ്ധം, ആചൂണ ശക്തികൾ, സഖ്യശക്തികൾ, യുദ്ധാനന്തര ലോകം, അല്ലെ, ശീതസമരം ഉണ്ടായിരുന്നു, ഐക്യരാഷ്ട്രം. ഇത്രയും പോയിൻറ്റ്സ് വെച്ച് ആ പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.